നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തട്ടിപ്പ് സംഘത്തെ അറസ്റ്റ് ചെയ്യണമെന്നും സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടണമെന്നും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് ഇരയായവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മാങ്കുളം താളുംകണ്ടംകുടിയിൽ കൈത്തോട്ടിൽ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചു. 21-കാരനായ സുനീഷ് സുരേഷാണ് മരിച്ചത്. മഴ വീണ്ടും ശക്തി ആർജിച്ചതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് KSEB. മെയ് മാസത്തിലും ജൂൺ ആദ്യ വാരങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ചികിത്സാ നിഷേധത്തിനെതിരെയുള്ള സഹന സമരം വീര്യം കുറയാതെ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ സമരം KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ലയൺസ് ക്ലബ് 2024-25 വർഷത്തെ പ്രസിഡന്റ് ഒഫീഷ്യൽസ് എന്നിവരുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടത്തി. ലയൺസ് ക്ലബ് 318C ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തട്ടിപ്പ് സംഘത്തെ അറസ്റ്റ് ചെയ്യണമെന്നും സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടണമെന്നും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് ഇരയായവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കരിങ്കുന്നം സ്വദേശി മനുമോൻ ജോസ്, പാലാ സ്വദേശി രാജേഷ് IV എന്നിവരാണ് സംഘത്തിന്റെ തലവന്മാരെന്നും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നായി 130ഓളം ആളുകളിൽ നിന്ന് 4 കോടിയോളം രൂപ തട്ടിയെടുത്തതായും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. സംഭവത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും ജൂലൈ 21-ന് കൺവെൻഷൻ നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി. തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരും സ്ത്രീകളുമാണ്. വിദേശത്ത് 1 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിനായി ആദ്യ ഗഡുവായി ശമ്പളത്തിന്റെ ഏറ്റക്കുറിച്ചിലുകൾ അനുസരിച്ച് ഓരോരുത്തരിൽ നിന്നുമായി 50,000 മുതൽ 5 ലക്ഷം വരെയാണ് കൈക്കലാക്കിയിട്ടുള്ളത്. വൻതുക ശമ്പളം ലഭിക്കുന്ന ഇസ്രായേൽ, കാനഡ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർക്ക് 18 ലക്ഷം രൂപയാണ് ചെലവ് വരിക. അതിൽ നിശ്ചിത തുക കഴിഞ്ഞ ബാക്കി തുക ലോണായി ഇവർ തന്നെ നൽകുന്നു എന്നതാണ് തട്ടിപ്പിൽ വീഴാനുള്ള പ്രധാന കാരണം. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പേഴയ്ക്കപ്പള്ളിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന രാജേഷിന്റെ AR കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിലേക്കാണ് മിക്കവാറും മനുവും മറ്റ് സംഘാംഗങ്ങളും ഇരകളെ വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ വിശ്വസനീയമായ തരത്തിൽ ഇരകളെ പറഞ്ഞു ബോധിപ്പിച്ച് വശത്താക്കുന്ന രീതിയാണ് ഇവരുടേത്. വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ള ഇവരെ കണ്ടാൽ സുമുഖരും ശാന്തരും നല്ല രീതിയിൽ ലാളിത്യത്തോടെ സംസാരിക്കുന്നവരുമായി തോന്നുന്നതിനാൽ വരുന്നവർ പെട്ടെന്ന് ചതിയിലകപ്പെടും. സംസാരിച്ച് ഉറപ്പിച്ചാൽ പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർ തന്നെ മുൻകൈയെടുത്ത് ഇരകൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. നടുവിലെ പറമ്പിൽ മനുമോൻ ജോസ് കരിങ്കുന്നം സ്വദേശിയും പൈപ്പാർ കരിങ്ങാട്ട് രാജേഷ് IV പാലാ സ്വദേശിയുമാണ്. മനുവിനെയും രാജേഷിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുക. തട്ടിപ്പിന് ഇരയായവർ നൽകിയിട്ടുള്ള മുഴുവൻ പരാതികളിലും പോലീസ് കൃത്യമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുക. മനുവിന്റെയും രാജേഷിന്റെയും മുഴുവൻ സ്വത്തുക്കളും സ്ഥാവര ജംഗമ വസ്തുക്കളും അടിയന്തരമായി കണ്ടുകെട്ടുക. ഇരകളുടെ നഷ്ടപ്പെട്ട പണം തിരികെ നൽകുക. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക. ബന്ധുമിത്രാദികളുടെ അനധികൃത സ്വത്ത് സമ്പാദ്യത്തിന്റെ സ്രോതസ് കണ്ടെത്തുക. കേരളത്തിലുടനീളം ഇവർ മുഖേന തട്ടിപ്പിനിരയായ മുഴുവൻ കുടുംബങ്ങൾക്കും സർക്കാർ കൗൺസിലിംഗ് നൽകി കുടുംബത്തെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കുക. മനുവിനെയും രാജേഷിനെയും കൊടും കുറ്റവാളികളായി പ്രഖ്യാപിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം ശക്തമായ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുവാനും അതിന്റെ മുന്നോടിയായി ജൂലൈ 21-ന് തൊടുപുഴയിൽ വിപുലമായ കൺവെൻഷൻ നടത്തുവാനും തീരുമാനിച്ചതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. അന്യരാജ്യങ്ങളുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അന്യരാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ അനുമതിയില്ലാതെ അവരുടെ കമ്പനികളുടെയും ആ രാജ്യത്തിൻ്റെയും ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിസ അടക്കമുള്ള രേഖകൾ ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു സംഘം, ഗൂഢസംഘം നമ്മുടെ ഈ തൊടുപുഴയിലും കരിങ്കുന്നത്തും പാലായിലും ഒക്കെയായി പ്രവർത്തിച്ചു വരുന്ന ഒരു കാര്യം. ഞങ്ങളുടെ അറിവിൽപ്പെട്ട 130ഓളം ആളുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഈ 2 വ്യക്തികളുടെ പ്രധാനമായിട്ടും, ഒന്ന് നമ്മുടെ അടുത്ത കരിങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത്
മനുമോൻ ജോസ് എന്ന് പറയുന്ന നടുവിലെ പറമ്പിൽ കരിങ്ങുന്നം എന്ന അഡ്രസ്സിലുള്ള ഒരാൾ, രാജേഷ് ഐ ബി കരിങ്ങാട്ട് പൈപ്പാർ പാല എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ആൾ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരെ സഹായിക്കുന്ന 2-3 ആളുകളും ഇവിടെയും പിന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വളരെയധികവും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടായി. അത്തരത്തിൽ വളരെ ഗൗരവമുള്ള ഒരു സംഘമാണ് ഈ മനുമോൻ ജോസിൻ്റെയും രാജേഷ് ഐ പിയുടെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന കുറേ ഞങ്ങളൊരു 70 പേരോളം കഴിഞ്ഞ ദിവസം ഇവിടെ കൂടിയിരുന്നു. അവരെന്നും ഇങ്ങോട്ട് വന്നില്ല. ആ 70 പേരുടെ ഇതുപോലെയുള്ള ഈ ഇരിക്കുന്ന കുട്ടികളിലും അടക്കം ഈ ഡയസിലിരിക്കുന്നവരും വേറെ 70 പേരോളം ഞങ്ങൾ തൊടുപുഴയിൽ കൂടി അവരുടെ എല്ലാം സ്ഥിതി ഇതാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ അനിൽകുമാർ പി, ചെയർമാൻ ഡേവിസ്, മനു VC, ലതീഷ്, ശ്യാം, സജീവ്, ലാലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം താലൂക്കിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി. ഉറിയംപെട്ടി, വെള്ളാരംകുത്ത് എന്നീ ആദിവാസി കോളനികളും മണികണ്ഠൻചാൽ ഗ്രാമവും ഒറ്റപ്പെട്ടു. തുടർച്ചയായി പെയ്ത മഴയെ തുടർന്നാണ് മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായത്. ഒഴുക്ക് ശക്തമാണെങ്കിലും ബദൽ സംവിധാനമായി വഞ്ചി ഇറക്കി ആളുകളെ അക്കരെ ഇക്കരെ കടത്തുവാനുള്ള ശ്രമം പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്. വർഷകാലത്ത് ചപ്പാത്ത് മുങ്ങി ഗതാഗതം മുടങ്ങുന്നത് പതിവായ ഇവിടെ ചപ്പാത്ത് ഉയർത്തിപ്പണിയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാങ്കുളം താളുംകണ്ടംകുടിയിൽ കൈത്തോട്ടിൽ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചു. 21-കാരനായ സുനീഷ് സുരേഷാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. താളുംകണ്ടംകുടിയിലെ ഊരുമുപ്പൻ സുരേഷ് മണിയുടെ മകനാണ് മരിച്ച സുനീഷ് സുരേഷ്. പുതുക്കുടിയിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. ഇന്നലെ രാത്രിയിൽ താളുംകണ്ടംകുടിയിലെ ബന്ധുവീട്ടിൽ നിന്നും സുനീഷ് പുതുക്കുടിയിലെ വീട്ടിലേക്ക് പോയി. വഴിമധ്യയുള്ള കൈത്തോട് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഇവിടെ കാൽ വഴുതിയ യുവാവ് അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. വീഴ്ചയിൽ തലയ്ക്ക് പരിക്കേറ്റതായി കരുതുന്നു. കനത്ത മഴയിൽ കൈത്തോട്ടിൽ ശക്തമായ വെള്ളമൊഴുക്ക് ഉണ്ടായിരുന്നു. കാണാതെ വന്നതോടെ സുനീഷിനെ അന്വേഷിച്ചെത്തിയവരാണ് കൈത്തോട്ടിൽ നിന്നും യുവാവിനെ കണ്ടെത്തിയത്. മൃതദേഹം തുടർ നടപടികൾക്കായി അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, അടിമാലി. കരിമണ്ണൂർ ലയൺസ് ക്ലബ് 2024-25 വർഷത്തെ പ്രസിഡന്റ് ഒഫീഷ്യൽസ് എന്നിവരുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടത്തി. ലയൺസ് ക്ലബ് 318C ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 വർഷത്തെ പുതിയ പ്രസിഡന്റായി ഫ്രാൻസിസ് കുമ്പുക്കൽ ചുമതലയേറ്റു. കരിമണ്ണൂർ ലയൺസ് ക്ലബ്ബ് 2024-2025 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും കരിമണ്ണൂർ വടക്കേക്കര ആർക്കേഡിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് നടത്തി. ഡോക്ടർ പ്രേംകുമാർ കാവാലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് 318C ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ 2024-2025 വർഷത്തെ പ്രസിഡന്റായി ഫ്രാൻസിസ് കുമ്പുക്കൽ ചുമതലയേറ്റു. Lions Club of Kerimannur, knowing that the membership obligates me to participate in all functions of the club to the best of my ability, attend meetings regularly, accept assignments as are given to me. ലയൺസ് ലേഡി വിംഗ് പ്രസിഡന്റായി ഡയാന ജോർഡിയും ലിയോ വിംഗ് പ്രസിഡന്റായി ഡൊമിനിക് ജോർജും ചുമതലയേറ്റു. ഫ്രാൻസിസ് കുമ്പുക്കൽ പ്രസിഡന്റ്, സിനോജ് കെ ഫ്രാൻസിസ് സെക്രട്ടറി, ബെറ്റ്സൺ ജോയ് ട്രഷറർ, ഡോക്ടർ പ്രേംകുമാർ കാവാലം IPP, CA റിൻഡോ ചാണ്ടി ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്, സിജോ ജോസ് പാലത്തിങ്കൽ സെക്കൻഡ് വൈസ് പ്രസിഡന്റ്, രഞ്ജു C കൊങ്ങമല, അഡ്വക്കേറ്റ് ഷാജു P ലൂക്കോസ് LCIF കോർഡിനേറ്റർ, മാത്യു വരിക്കാശ്ശേരി സർവീസ് ചെയർപേഴ്സൺ, ജോർഡി മാത്യു ക്ലബ്ബ് ടേമർ, ഫ്ലെബിൻ തോമസ് ടെയിൽ ട്വിസ്റ്റർ, തോമസ് ഡൊമിനിക് പബ്ലിസിറ്റി കൺവീനർ, സലിത് ജോസഫ്, ഡോക്ടർ സക്രിയ മാത്യു രക്ഷാധികാരി, രഞ്ജിത്ത് മാനുവൽ, റോബി വർഗീസ്, ജിജോ ടോം, അനിൽകുമാർ, സാജു കെ പോൾ തുടങ്ങിയവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. വളരെ അച്ചടക്കത്തോടെ
വളരെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാകുവാൻ കഴിയുന്നു എന്നത് തികച്ചും സന്തോഷകരമായൊരു കാര്യമാണ്. എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതോടൊപ്പം അതിൻ്റെ ആഴം, അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുകയും ചെയ്യുന്നു. ലയൺസ് പ്രസ്ഥാനത്തിൽ ഡിസ്ട്രിക്റ്റ് 318C റീജിയൻ്റെയും സോണിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കരിമണ്ണൂർ ലയൺസ് ക്ലബിനെ അടുത്ത ഒരു വർഷം നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് നന്ദിയുണ്ട്, അതിൽ അഭിമാനമുണ്ട്. റീജിയണൽ ചെയർപേഴ്സൺ ജെയ്സ് ജോൺ, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് സിജോ ജോസ്, ഡയാന ജോർഡി, ഡൊമിനിക് ജോർജ്, ഇടുക്കി ജില്ലാ പ്രോജക്ട് സെക്രട്ടറി ഷൈൻ സെബാസ്റ്റ്യൻ, അഡീഷണൽ GST കോർഡിനേറ്റർ സണ്ണിച്ചൻ M. സെബാസ്റ്റ്യൻ, സോൺ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ, സോൺ സെക്കൻഡ് ക്ലബ്ബ് പ്രസിഡന്റ് ജെയ്സൺ കുര്യൻ, സോൺ ചെയർപേഴ്സൺ ജോയി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ലയൺസ് ക്ലബിന്റെ വിവിധ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പ്രോജക്ട് സെക്രട്ടറി ഷിൻ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് CA റിൻഡോ ചാണ്ടി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സെക്രട്ടറി സിനോജ് K. ഫ്രാൻസിസ് നന്ദി രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് ഷാജി പി. ലൂക്കോസ് ഫ്ലാഗ് സല്യൂട്ടേഷനും അന്ന ജോഡി, സ്നേഹ തോമസ് എന്നിവർ നേതൃത്വവും നൽകി. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾ, ഒഫീഷ്യൽ എന്നിവർക്ക് ആദരവും ഒരുക്കി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മഴ വീണ്ടും ശക്തി ആർജിച്ചതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് KSEB. മെയ് മാസത്തിലും ജൂൺ ആദ്യവാരങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി ആർജിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനമുണ്ടാകുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ മുതൽ മഴ വീണ്ടും ശക്തി ആർജിച്ചിട്ടുണ്ട്. അണക്കെട്ടുകളുടെയെല്ലാം ഇഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ. ഇത്തവണ വേനലിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വലിയ കുറവ് സംഭവിച്ചിരുന്നു. ഇതോടെ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനം കുറച്ചിരുന്നു. മെയ് മാസത്തിൽ തുടർച്ചയായി മഴ ലഭിച്ചത് എല്ലാ രീതിയിലും വൈദ്യുതി വകുപ്പിന് ഗുണമായി. ജൂൺ ആദ്യവാരങ്ങളിലും മഴ ശക്തമായി പെയ്തതോടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. കല്ലാർകുട്ടിയടക്കം 3 അണക്കെട്ടുകൾ തുറന്നുവിട്ടു. ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം വർദ്ധിച്ചു. എന്നാൽ ജൂലൈ മാസത്തിൽ തുടർച്ചയായി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇടയ്ക്കിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പലയിടത്തും ലഭിച്ചത്. ഇന്നലെ മുതൽ മഴ വീണ്ടും ശക്തി ആർജിച്ചതോടെ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയിലാണ്. നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. പുഴകളിലെല്ലാം വീണ്ടും ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ജലം ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ വൈദ്യുതി ഉൽപാദനം കുറച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും ജലം സംഭരിക്കാനായത്. ചെറുകിട അണക്കെട്ടുകളിൽ മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി ഉൽപാദനം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ അടിക്കടി രൂപപ്പെടുന്ന ഗതാഗത തടസ്സത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാറക്കടവ് പുളിയന്മല റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാവുമ്പോൾ മണിക്കൂറുകളാണ് യാത്രക്കാർ വലയുന്നത്. ബൈ റോഡുകൾ ഉണ്ടെങ്കിലും നഗരസഭ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയുടെ ഭാഗമായ പാറക്കടവ് പുളിയന്മല റോഡിലാണ് നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുന്നത്. ഏതെങ്കിലും വലിയ വാഹനം റോഡിൽ കുടുങ്ങിയാൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കും എത്തേണ്ടവർ മണിക്കൂറോളം റോഡിൽ കുടുങ്ങും. പാതയ്ക്ക് ആവശ്യമായ വീതിയില്ലാത്തതും 4ഓളം വലിയ ഹെയർപിൻ വളവുകളുമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുമ്പോഴും പരിഹരിക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഗതാഗത തടസ്സമുണ്ടാകുന്ന വേളയിൽ കട്ടപ്പന പാറക്കടവിൽ എത്തിച്ചേരാൻ 3 ബൈ റോഡുകൾ മേഖലയിലുണ്ട്. എന്നാൽ നഗരസഭ ഈ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാവാത്തതോടെ പ്രധാന പാതയെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ഭാരമേറിയ ടോർസുകൾ, ഈ കരോട്ട ഹിൽ ടോപ്പ്, അതുപോലെ പോലീസ് വളവുകളിൽ ദിനവും ബ്രേക്ക് ഡൗൺ ആവുകയും അപ്പം ഈ വഴിയിൽ തമിഴ്നാട്ടിൽ നിന്ന് വരികയും ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയും അതുപോലെ സ്കൂൾ ബസ്സുകൾ മുതലായവ ബ്ലോക്കിൽ പെടുകയും രാവിലെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് സ്കൂൾ ബസ് സ്കൂളിൽ പോകേണ്ട പിള്ളേർ നടന്നു പോവുകയും ജോലിക്ക് പോകേണ്ടവരൊക്കെ നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് പുളിയമ്മലയിൽ നിന്ന് കട്ടപ്പനയ്ക്ക്
ബൈപ്പാസ് വഴി അതിലെ പാമ്പടിയോ അല്ലെങ്കിൽ ആനൂറ്റി വഴിയോ തിരിച്ചുവിടാമെന്ന് വെച്ചാൽ അതിന് വഴികളെല്ലാം മോശമാണ്. ആദ്യമായിട്ട് അങ്ങനെയുള്ള റോഡുകൾ നന്നാക്കി ഈ വാഹനം പുളിയമലയിൽ നിന്ന് തിരിച്ചുവിടാനുള്ള സംവിധാനം ഉണ്ടാകുകയും അതുപോലെ ഇതിന് ബ്ലോക്കായി കഴിയുമ്പോൾ മാറ്റിവിടാനുള്ള എല്ലാ പോക്കറ്റ് റോഡുകളും റെഡിയാക്കി യാത്ര സുഗമമാക്കാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതാണ്. മഴ ശക്തമാകുന്നതോടെ കട്ടപ്പന മുതൽ പുളിയന്മല വരെയുള്ള ഭാഗങ്ങളിൽ മരം കടപുഴകി വീഴുന്നതും ഒടിഞ്ഞു വീഴുന്നതും മണ്ണിടിയുന്നതും പതിവാണ്. ഇതും വലിയ ഗതാഗത കുരുക്കിലേക്ക് നയിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും തമിഴ്നാട്ടിലേക്ക് ചരക്കുവണ്ടികൾ പോക്കുകയും വരികയും ചെയ്യുന്ന പാത കൂടിയാണിത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ നവീകരണം ഉണ്ടെങ്കിലും പദ്ധതിക്ക് കാലതാമസം ഉണ്ടാകുന്നതും വെല്ലുവിളിയാണ്. അടിയന്തരമായി ബൈറോഡുകൾ നവീകരിക്കുകയും പാറക്കടവ് പുളിയന്മല റോഡിന്റെ നിലവിലെ അപകട സാഹചര്യങ്ങൾ പരിഹരിക്കുകയും ചരക്ക് വാഹനങ്ങൾക്ക് വൺ വേ ക്രമീകരിച്ച് നിയന്ത്രണം ഉണ്ടാവുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പ്രതികൂല കാലാവസ്ഥയിലും ചികിത്സാ നിഷേധത്തിനെതിരെയുള്ള സഹന സമരം വീര്യം കുറയാതെ തുടരുന്നു. വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റിലേ ഉപവാസ സമരം 17ാം ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി സഹന സമരം ഏറ്റെടുത്തു. KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. സമരപന്തൽ സന്ദർശനം നടത്തിയ വാഴൂർ സോമൻ MLA വിചാരിച്ചാൽ 24 മണിക്കൂറിനകം പരിഹരിക്കാവുന്ന പ്രതിസന്ധികളെ വണ്ടിപ്പെരിയാർ CHCയിൽ ഉള്ളുവെന്നും MN ഗോപി പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിലും ചികിത്സാ നിഷേധത്തിനെതിരെയുള്ള സഹന സമരം വീര്യം കുറയാതെ തുടരുന്നു. തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ചികിത്സാ നിഷേധത്തിനെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റിലേ ഉപവാസ സമരം പ്രതികൂല കാലാവസ്ഥയിലും സഹന സമരവീര്യം ചോരാതെ തുടരുകയാണ്. സമര നേതാക്കൾ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. വിഷയത്തിൽ ഉടൻ പരിഹാരം കാണുമെന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് ഉണ്ടായിരുന്നിട്ടും വണ്ടിപ്പെരിയാർ CHC ഡോക്ടറുടെ 24 മണിക്കൂർ സേവനവും കിടത്തി ചികിത്സ എന്ന ആവശ്യവും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഉപവാസ സമരം ജനകീയമാവുന്ന സ്ഥിതി സംജാതമായതോടെ താൽക്കാലികമായി ഏതാനും ഡോക്ടർമാരുടെ സേവനങ്ങൾ നൽകി വാഗ്ദാനങ്ങൾ പാലിക്കുന്നതായി ഉറപ്പുവരുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാനുള്ള സമീപനമാണ് സ്വീകരിച്ച് വരുന്നതെന്നും സമര നേതാക്കൾ പറയുന്നു. ആശുപത്രിയിൽ ഡോക്ടറുടെ 24 മണിക്കൂർ സേവനവും കിടത്തി ചികിത്സയും ആരംഭിക്കുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്ന പ്രഖ്യാപനത്തിലാണ് കോരിച്ചൊരിയുന്ന മഴയിലും നിരാഹാര സമരം 17 ദിനം തുടരുന്നത്. യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന 17ാം ദിന ഉപവാസ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എബിൻ കൊഴുവേലിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ സ്വാഗതം ആശംസിച്ച 17ാം ദിന റിലേ ഉപവാസ സമരം KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. പത്രവാർത്തയ്ക്ക് മാത്രം സമരപ്പന്തൽ സന്ദർശനം നടത്തിയ MLA വാഴൂർ സോമൻ വിചാരിച്ചാൽ 24 മണിക്കൂറിനകം പരിഹരിക്കാവുന്ന പ്രതിസന്ധികളെ വണ്ടിപ്പെരിയാർ CHCയിൽ ഉള്ളുവെന്നും MN ഗോപി പറഞ്ഞു. എത്ര നാൾ നീണ്ടു നിൽക്കേണ്ടി വന്നാലും ഈ സമരത്തിലൂടെ സ്ഥിരമായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഡോക്ടറുടെ സാന്നിധ്യം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നതുവരെ ഒരു സമര പരിപാടി കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഷാജി സൂചിപ്പിച്ചു. സമരം കൊണ്ടുപോകണം. ഒരു പ്രഖ്യാപനമാണ് ഇവിടെ ഡോക്ടറെ നിയമിച്ചതിന് ശേഷം മാത്രമേ ഈ സമരം അവസാനിപ്പിക്കാവൂ എന്നതിന്റെ മുഖ്യ സംഘാടകരായി നിൽക്കുന്ന ഗണേശ് ഉൾപ്പെടെ ഉദയസൂര്യൻ ഉൾപ്പെടെ ഉള്ള ആളുകളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മള് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾക്ക് ജനങ്ങളോടൊപ്പം എന്തും ഉണ്ടാകുമെന്ന് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇനിയും തുടർന്നുണ്ടാകും എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ്. അതുകൊണ്ടാണ് പല ഘടകങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് അഭിവാദ്യം അർപ്പിക്കാൻ വരുന്നത്. വിവിധ സാമുദായിക സംഘടനകൾ, ഇവിടുത്തെ കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മർച്ചന്റ് അസോസിയേഷൻ ആളുകൾ, MLA ഇവിടെ വന്ന് അതൊരു വാർത്തയ്ക്ക് വേണ്ടി വരുന്ന ആ യാഥാർത്ഥ്യമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ MLAക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണമെന്ന ആവശ്യം അദ്ദേഹം ഗൗരവമായി എടുത്താൽ 24 മണിക്കൂറിനകം പരിഹരിക്കും. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പന്നേടത്ത്, ആർ ഗണേശൻ, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, നേതാക്കളായ M ഉദയസൂര്യൻ, K മാരിയപ്പൻ,
MM ജലാലുദ്ദീൻ, രാജൻ കുഴുവമ്മാക്കൽ തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ പ്രസംഗിച്ചു. തുടർന്ന് വൈകുന്നേരം നടന്ന ഉപവാസ സമരത്തിന്റെ സമാപന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ഉപവാസ സമരം സമാപനം ഉദ്ഘാടനം ചെയ്തു. തേക്കടിയുമായി ഏറ്റവും അടുത്ത് വരുന്ന പ്രദേശം തേക്കടിയിൽ ബോംബ് ദുരന്തമുണ്ടായി അല്ലേ? അവിടെ മറ്റേ ആശുപത്രിക്കകത്തിന് ദുരിതം നമ്മൾ അനുഭവിച്ചാണ്. അതൊന്ന് പുല്ലുമേട് ദുരന്തമുണ്ടായി. ആ പുല്ലുമേട് ദുരന്തമുണ്ടായപ്പോൾ തേക്കടി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമില്ല. ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ കൊണ്ടുപോകാൻ ആശുപത്രിയില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല എന്ന് പറയുമ്പോൾ എന്തൊരവസ്ഥയിലാണ് ഈ നാട് എന്നുള്ള കാര്യം, അത് ഇതിന് പോംവഴി കണ്ടെത്തേണ്ട ആളുകൾ അപ്പോൾ ഒക്കെ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉന്നയിച്ച ചില സംശയങ്ങൾ. അത് വെറും സംശയങ്ങളല്ല, ആ സംശയത്തിന് പിന്നിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക. തുടർന്ന് ഒരു തവണ കൂടി സഹന സമരം ഏറ്റെടുത്ത കോൺഗ്രസിന്റെ യുവസമര നായകർക്ക് നാരങ്ങാ നീർ നൽകി 17ാം ദിന ഉപവാസ സമരം അവസാനിപ്പിച്ചു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമർ സുരക്ഷാവേലിയില്ലാതെ അപകടാവസ്ഥയിൽ. വൈദ്യുതി ബോർഡ് അധികൃതർ ഇത് അറിഞ്ഞ മട്ടേയില്ല. അരുൺ അരിക്കുഴ പകർത്തിയ ദൃശ്യങ്ങൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ കോതമംഗലത്ത് ഓഗസ്റ്റ് 1-ാം തീയതി എത്തിച്ചേരുന്നതിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് തുറന്നു. KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റമീസ് KA മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനയുടെ വേരുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ കോതമംഗലത്ത് ഓഗസ്റ്റ് 1-ാം തീയതി എത്തിച്ചേരുന്നതിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് തുറന്നു. KPCC അംഗം AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം കാലയവനികൾക്കുള്ളിൽ മറന്നതിന് ശേഷവും ഇന്ന് വ്യത്യസ്തരായി രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ സ്മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം, പ്രിയപ്പെട്ട നമ്മുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ചാനൽ ചർച്ചകളിൽ മാത്രമല്ല പടയോട്ടങ്ങളിലും സമരവേദികൾ ഒരുക്കുന്നതിലും സമര സംഘാടകത്തിലൊക്കെ മികവാർന്ന പ്രവർത്തനം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന ഈ ജാഥ കോതമംഗലത്ത് ഒരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ യുവാക്കളായ സഹപ്രവർത്തകർ, സഹോദരന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും, എല്ലാ പ്രോത്സാഹനവും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചു. എൽദോസ് ഡാനിയൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റമീസ് KA മുഖ്യപ്രഭാഷണം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ MS എൽദോസ്, മേഘ ഷിബു, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അനൂപ് ജോർജ്, സൈജൻ ചാക്കോ, അനൂപ് കാസിം, ഫരീദ് പട്ടമാവുടി, എൽദോസ് ബേബി, അലി പടിഞ്ഞാറേച്ചാലിൽ, ജോഷി പൊട്ടയ്ക്കൽ, വിനോദ് K മേനോൻ, വിൽസൺ പിണ്ടിമന, അലിക്കുഞ്ഞ്, കൌൺസിലർമാരായ നോബ് മാത്യു, പ്രവീണ ഹരി, സിന്ധു ജിജോ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെയും നേര്യമംഗലം SC ഹോസ്റ്റലിൽ അധിവസിക്കുന്നതുമായ SSLC+2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കായി പ്രതിഭാ സംഗമം നടത്തി.
നേര്യമംഗലം SC കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പ്രതിഭാ സംഗമം ഊന്നുകൽ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജിൻസിയ ബിജു അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ അക്കാദമിക് രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കഴിഞ്ഞ 3 വർഷമായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മെമ്പേഴ്സ് എക്സലന്റ് അവാർഡുകൾ നൽകി വരുന്നത്. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെയും നേര്യമംഗലം SC ഹോസ്റ്റലിൽ അധിവസിക്കുന്നതുമായ SSLC+2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കായി പ്രതിഭാ സംഗമം നടത്തി. സംഗമത്തിൽ മെമ്പേഴ്സ് എക്സലന്റ് അവാർഡ് നൽകി ആദരിച്ചു. നേര്യമംഗലം SC കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പ്രതിഭാ സംഗമം ഊന്നുകൽ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മാതൃകയാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച് ഇനി നിങ്ങൾക്കിപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ ചേരാൻ പോകുന്നത് ഏതെങ്കിലും പഠന പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും. അന്നേരം നല്ല ഈ ചീത്ത കൂട്ടുകെട്ടുകളൊന്നും ചെന്ന് ചാടാതെ അച്ചടക്കത്തോടു കൂടി പഠിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കാരണം പല കുട്ടികളും വഴിതെറ്റി പോകുന്നത് ഈ പറഞ്ഞ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും. അതിനൊന്നും മുതിരാതെ നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം ഇപ്പം നിങ്ങൾ നേടിയ വിജയം ഇത് തുടർന്ന് നിങ്ങളുടെ ഭാവി വിദ്യാഭ്യാസത്തിലും നേടാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. വാർഡ് മെമ്പർ ജിൻസിയ ബിജു അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ അക്കാദമിക് രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കഴിഞ്ഞ 3 വർഷങ്ങളായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മെമ്പേഴ്സ് എക്സലന്റ് അവാർഡുകൾ നൽകി വരുന്നത്. മുൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ശിവൻ, നിള പ്രസിഡന്റ് രാജു ചെറുപ്പുറത്ത്, PR രവി, ജോയി അറക്കക്കുടി, AC രാജശേഖരൻ, EA ഹനീഫ, PM റഷീദ്, അജന്ത പുരുഷോത്തമൻ, രാധിക പ്രസിഡന്റ്, CS BV എന്നിവർ പ്രസംഗിച്ചു. വിദ്യാസമ്പന്നമായ ഒരു ജനത എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണ്. സാക്ഷരത എന്നുള്ളത് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ വളർച്ചയ്ക്കും അനിവാര്യമാണ്. നമുക്കറിയാം, എല്ലാ സാമൂഹ്യ തിന്മകളും ഇവിടെ CISR ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം. എല്ലാ തിന്മകളും ഉടലെടുക്കുന്നത് അറിവില്ലായ്മ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മയിൽ നിന്നാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധരിക്കുന്നത് വിദ്യാഭ്യാസമില്ലായ്മയിൽ നിന്നാണ്. നമുക്കറിയാം, ലോകരാജ്യങ്ങളിലും അതുപോലെ തന്നെ ഭാരതത്തിലുമൊക്കെ അക്ഷരാഭ്യാസമില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്ര സംഘടനകൾ നിരക്ഷരതാ നിർമ്മാർജ്ജന യത്നത്തിന്റെ പാതയിലാണ്. ആദരിക്കപ്പെട്ട കുട്ടികളും രക്ഷകർത്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. CK രാജൻ സ്വാഗതവും KM ഷമീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ ടൗണിൽ PWD ഓഫീസിന് സമീപം 5-ാം നമ്പർ ഓട്ടോ സ്റ്റാൻഡിലെ പൂമ്പാറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ബിനു നിര്യാതനായി. 44 വയസ്സായിരുന്നു. കരിമണ്ണൂർ സ്വദേശിയാണ്. ബിനുവിന്റെ ഭൗതിക ശരീരം ഓട്ടോ സ്റ്റാൻഡിന് സമീപം പൊതുദർശനത്തിന് വെച്ചു. സഹപ്രവർത്തകരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബിനു ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു. എല്ലാ രീതിയിലും ഞങ്ങൾക്ക് വളരെയധികം ദുഃഖത്തിലാണ് ഞങ്ങൾ. വർഷങ്ങൾ 10-20 വർഷമായിട്ട് ഇവിടെ ഓട്ടോറിക്ഷ ഓടിയ തൊഴിലാളിയായിരുന്നു. ബിനുവിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സങ്കടവും വിഷമവുമുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡിന് 5-ന് വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ അനുശോചനം അറിയിക്കുന്നു. ബിനുവിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്.
കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ പീരുമേട് മത്തായി കൊക്കയ്ക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിയുകയും റോഡിന്റെ ഒരു വശം ഇടിയുകയും ചെയ്തു. അപകട സാധ്യതയിൽ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞെടുത്ത് മുൻപ് സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഫോടക വസ്തു ഉപയോഗിച്ച് പാറ പൊട്ടിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടവർ അധികൃതരെ വിവരമറിയിച്ചിരുന്നുവെങ്കിലും നടപടിയെടുത്തില്ല എന്നും ആക്ഷേപം. കനത്ത മഴയെ തുടർന്ന് ബുധനാഴ്ച രാവിലെയായിരുന്നു കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ പീരുമേട് മത്തായി കൊക്കയ്ക്ക് സമീപം റോഡിന്റെ മുകൾ വശത്ത് നിന്ന് മണ്ണിടിഞ്ഞു വീഴുകയും മറുവശത്ത് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്തത്. ആ സമയം വാഹന ഗതാഗതം ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ദേശീയപാതയുടെ ഒരു വശം ഇടിഞ്ഞു പോയതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് വാഹന ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമാക്കിയിട്ടുമുണ്ട്. ദേശീയപാതയുടെ ഈ ഭാഗം വീതി കുറവായതിനാൽ വാഹനയാത്രികർ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ ഭാഗത്ത് താഴ്വശത്തായി സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുൻപ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ ഖനനം നടത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടവർ ദേശീയപാതയുടെ സുരക്ഷയെ കരുതി തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പോലീസ് തുടങ്ങി ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കുകയും എന്നാൽ ആരും തന്നെ ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട്. പാറഖനനത്തെ തുടർന്ന് മഴ ശക്തമായതോടെ മണ്ണിന് ഇളക്കം സംഭവിച്ചതാകാം മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തട്ടിപ്പ് സംഘത്തെ അറസ്റ്റ് ചെയ്യണമെന്നും സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടണമെന്നും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് ഇരയായവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മാങ്കുളം താളുംകണ്ടംകുടിയിൽ കൈത്തോട്ടിൽ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചു. 21-കാരനായ സുനീഷ് സുരേഷാണ് മരിച്ചത്. മഴ വീണ്ടും ശക്തി ആർജിച്ചതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് KSEB. മെയ് മാസത്തിലും ജൂൺ ആദ്യ വാരങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ചികിത്സാ നിഷേധത്തിനെതിരെയുള്ള സഹന സമരം വീര്യം കുറയാതെ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ സമരം KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ലയൺസ് ക്ലബ് 2024-25 വർഷത്തെ പ്രസിഡന്റ്, ഒഫീഷ്യൽസ് എന്നിവരുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടത്തി. ലയൺസ് ക്ലബ് 318C ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.